BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. സിറ്റി പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോറിക്ഷകൾക്ക് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ പ്രീപെയ്ഡിൽ ഓടുന്നതിന് കാർഡ് ലൈസൻസ് അനുവദിക്കാത്ത റെയിൽവേയുടെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം. ഇന്ന് രാവിലെ നോർത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ 300-ലധികം ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. റെയിൽവേയുടെ നടപടിയെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ഏകദേശം 250-ലധികം ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കാണ് ഇവിടെ ഓട്ടോടിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കൊച്ചി നഗരസഭ സിറ്റി പെർമിറ്റ് അനുവദിക്കാത്തത് മൂലമാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നതെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത്. അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്തത് രാഷ്ട്രീയക്കാർക്ക് മുന്നിൽ മുട്ടുവിറയ്ക്കുന്നത് കൊണ്ടാണോ എന്ന് ഹൈക്കോടതി. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ബോർഡായതുകൊണ്ടാണോ എടുത്തുമാറ്റി നടപടിയെടുക്കാൻ കൊച്ചി കോർപ്പറേഷന് ഭയമെന്നും അങ്ങനെയാണെങ്കിൽ അക്കാര്യം ബോധ്യപ്പെടുത്തണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കൊച്ചി നഗരത്തിൽ സ്ഥാപിച്ച അനധികൃത ബോർഡുകൾക്കെതിരെ നടപടിയെടുക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നിരീക്ഷണം. അനധികൃത ബോർഡുകളും കൊടികളും സ്ഥാപിക്കുന്നത് തടയണമെന്നാവശ്യപ്പെടുന്ന ഹർജികളാണ് കോടതി പരിഗണിച്ചത്. 1000-ലധികം ബോർഡുകൾ നഗരത്തിൽ മാത്രം അനധികൃതമായി സ്ഥാപിച്ചിട്ടുണ്ടെന്നും അമിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചിരുന്നു. ഇതിൽ വനിതകൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇരുചക്ര വാഹനം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ ബോർഡുകളും ഉണ്ടായിരുന്നു. ഇത് സ്ഥാപിച്ചവരിൽ നിന്ന് പിഴ ഈടാക്കിയോ എന്ന് കോടതി ആരാഞ്ഞപ്പോൾ വച്ചവർ തന്നെ അവ നീക്കം ചെയ്തെന്നും പിഴ ഈടാക്കിയില്ലെന്നും കോർപ്പറേഷൻ അറിയിക്കുകയായിരുന്നു. തുടർന്ന് വിഷയം വീണ്ടും 24-ന് പരിഗണിക്കാൻ മാറ്റി. കോർപ്പറേഷനിൽ നിന്ന് മാലിന്യം സംസ്കരിക്കാനെന്ന പേരിൽ ഏജന്റുമാർ വഴി കോയമ്പത്തൂരിലേക്ക് മാലിന്യം കടത്തുന്നതായി പരാതി. ഹരിതകർമ്മസേനയുടെ പേരിൽ കബളിപ്പിച്ചാണ് കോയമ്പത്തൂരിലേക്ക് മാലിന്യം കടത്തുന്നതെന്ന് എറണാകുളം ജില്ലാ ലോറി ഓണേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ലോഡ് അതിർത്തി കടന്നതും ഏജന്റുമാർ കൈവിട്ടതോടെ അറസ്റ്റിലായ 2 ലോറി ഡ്രൈവർമാർ 60 ദിവസമായി ജയിലിലാണ്. കഴിഞ്ഞ മെയ് 14-നാണ് മട്ടാഞ്ചേരിയിൽ നിന്ന് ലോഡുമായി ലോറി ഡ്രൈവർമാർ കോയമ്പത്തൂരിലെ ഡംപിംഗ് യാർഡിലേക്കുള്ള ഓട്ടം പോയത്. അവിടെ എത്തിയപ്പോൾ കുറച്ച് ലോഡുകൾ ഏജന്റുമാർ വണ്ടിക്കകത്ത് നിന്ന് മാറ്റി, ബാക്കി ലോഡുകൾ അവശേഷിച്ചു. ഇതിനിടെ നഗരസഭ പരിശോധന നടത്തി ലോറി പിടിച്ചെടുത്തു. ഡ്രൈവർമാർക്കെതിരെ മാലിന്യം കടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു. കേസെടുത്തതിന് പിന്നാലെയാണ് ലോഡ് ഇറക്കാൻ നൽകിയ മേൽവിലാസവും വ്യാജമെന്ന് ഇവർക്ക് മനസ്സിലായത്. ഡ്രൈവർമാരായ തൊടുപുഴ സ്വദേശി ബ്ലസനും കട്ടപ്പന സ്വദേശി അനൂപും 60 ദിവസമായി ജയിലിലാണ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പരാതി നൽകിയെങ്കിലും ഇടപെടൽ വൈകുന്നുവെന്നാണ് പരാതി. എന്നാൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് കൊച്ചി കോർപ്പറേഷൻ അധികൃതരുടെ മറുപടി. ഏജന്റുമാർക്കെതിരെ നാട്ടിലെ പോലീസും കേസെടുക്കാൻ തയ്യാറാകാത്ത അവസ്ഥയിൽ തട്ടിപ്പിന്റെ വഴി എന്തെന്നറിയാത്ത പ്രതിസന്ധിയിലാണ് ലോറി ഉടമകളും തൊഴിലാളികളും. അതേസമയം കോഴിക്കോട് മുക്കം നഗരസഭ ഡിവിഷൻ 31-ൽ തോടുകളിലും ഓവുചാലുകളിലും പത ഒഴുകുന്നതായി പരാതി ഉയർന്നു. സമീപത്തെ പെയിന്റ് ഗോഡൌണിൽ നിന്നുള്ള മാലിന്യം പുറത്തേക്ക് ഒഴുകിയതാകാമെന്നാണ് അധികൃതർ പറയുന്നത്. സംഭവത്തിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ പ്രശ്നത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കനാലുകളിൽ മാലിന്യം വലിച്ചെറിയുന്നത് ചിലർക്ക് വിനോദമാണെന്ന് പറഞ്ഞ കോടതി ഇത്തരക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും അഭിപ്രായപ്പെട്ടു. കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കവെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. കൊച്ചിയിലെ വൃത്തിയാക്കിയ കനാലുകളിൽ വീണ്ടും എത്തുന്ന മാലിന്യം തടയാൻ കോർപ്പറേഷന് എന്തുകൊണ്ട് കഴിയുന്നില്ലെന്നും ചോദിച്ച കോടതി ഭരണ സംവിധാനങ്ങളുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കനാലുകളിൽ മാലിന്യം തള്ളിയവർക്കെതിരെ എത്ര കേസുകൾ എടുത്തിട്ടുണ്ടെന്നും കൊച്ചി കോർപ്പറേഷനോട് ആരാഞ്ഞ കോടതി തിരുവനന്തപുരത്തെ ജോയിയുടെ മരണം കണ്ണു തുറപ്പിക്കേണ്ടതാണെന്നും പറഞ്ഞു. ഒരു കനാൽ വൃത്തിയാക്കിയ ശേഷം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ മാലിന്യ നിക്ഷേപം ഉണ്ടാക്കുന്നു. ഇക്കാര്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വീഴ്ചയുണ്ട്. തുറന്ന ഇടങ്ങളിലേക്ക് മാലിന്യം എറിയുന്നത് ചിലർക്ക് വിനോദമായി മാറിയിരിക്കുന്നു. ഇത്തരക്കാരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. പ്രോസിക്യൂട്ട് ചെയ്യൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടിയും വേണം. കനാലുകളിൽ മാലിന്യം എറിയുന്നവർ ജീവന് ഭീഷണി ഉയർത്തുകയാണ് ചെയ്യുന്നത്. കൊച്ചി മറൈൻ ഡ്രൈവിലെ മഴവിൽ പാലത്തിന് താഴെ ഇപ്പോൾ പോയി നോക്കിയാലും
ടൺ കണക്കിന് മാലിന്യം കാണാം. കനാലുകൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ തുടരണം. എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? ഇതിൽ ഭരണ സംവിധാനങ്ങളുടെ വീഴ്ചയുണ്ട്. മാലിന്യം എറിയുന്നവരെ കണ്ടെത്തി മാതൃകാപരമായ നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാരിനുമാണ്. അതില്ലാതെ പോകുന്നതിനാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. അത് ഇനി അനുവദിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകൾക്ക് 1 മാസത്തെ സുഖചികിത്സ ആരംഭിച്ചു. വടക്കുന്നാഥ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മരുന്നുകളുടെ ചേരുവകളോടുകൂടിയ ചോറൂരുള്ള ഗജവീരൻ എറണാകുളം ശിവകുമാറിന് നൽകിക്കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം എലിഫന്റ് കൺസൾട്ടന്റ് ഡോക്ടർ PB ഗിരിദാസിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന സുഖചികിത്സ 30 ദിവസം നീണ്ടു നിൽക്കും. സിസ്റ്റർ ലിസി ചക്കാലക്കലിന്റെ നേതൃത്വത്തിൽ സുമനസുകളുടെ സഹായത്തോടെ നടപ്പാക്കുന്ന ഹൗസ് ചലഞ്ച് പദ്ധതിയിലൂടെ പൂർത്തിയാക്കിയ 204ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. വിമൺ ഇൻ IMA കൊച്ചിൻ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഡോക്ടർ ഗ്രേസി തോമസ്, തൊട്ടുങ്ങൽ എലിസബത്ത് സോളമനും കുടുംബത്തിനും വേണ്ടി പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ കൈമാറി. ഡോക്ടർ മാരി സൈമൺ, ഡോക്ടർ ആര്യ ശിവപ്രസാദ്, ഡോക്ടർ VP ലീന, ഡോക്ടർ മുന്താസ് ഖാലിദ്, ലില്ലി പോൾ എന്നിവർ പ്രസംഗിച്ചു. കൊച്ചി IMAയുടെ കീഴിലുള്ള വിമൺ ഇൻ IMA കൊച്ചിൻ മെമ്പറായ ഡോക്ടർ ഗ്രേസി തോമസും കുടുംബവുമാണ് വീട് നിർമ്മാണ വസ്തുക്കൾ നൽകി സഹായിച്ചത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പെയ്യുന്ന ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 71 വീടുകൾ ഭാഗികമായും തകർന്നു. ആലുവ, പറവൂർ താലൂക്കുകളിലാണ് പൂർണ്ണമായി തകർന്ന വീടുകളുള്ളത്. മൂവാറ്റുപുഴ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾക്ക് നാശം. ഇവിടെ 16 വീടുകൾ 3 ദിവസത്തിനിടെ ഭാഗികമായി തകർന്നു. 3 വീടുകളുടെ സംരക്ഷണ ഭിത്തിക്ക് ഭാഗികമായി നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കൊച്ചി താലൂക്കിലെ കുമ്പളങ്ങി വില്ലേജിൽ 2 വീടുകൾ ഭാഗികമായി തകർന്നു. മട്ടാഞ്ചേരിയിൽ ലീസ് ഭൂമിയിൽ നിൽക്കുന്ന പഴക്കമേറിയ ഇരുനില കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. ആലുവ താലൂക്കിൽ 6 വീടുകളാണ് ഭാഗികമായി തകർന്നത്. പാറക്കടവിൽ 1 വീട് പൂർണ്ണമായി തകർന്നു. പാറക്കടവ് വില്ലേജ് എളവൂർ പ്രദേശത്ത് 1-ാം വാർഡിൽ ചുഴലിക്കാറ്റിൽ ജാതി, റബ്ബർ, തെങ്ങ്, വാഴയടക്കം നിരവധി വിളകൾ മറിഞ്ഞു വീണ് വൻ നാശനഷ്ടമുണ്ടായി. വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. ചൊവ്വര വില്ലേജ് ചുള്ളിക്കാട് പള്ളിയുടെ പൊതുവായ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന സെപ്റ്റിക് ടാങ്കിന്റെ സംരക്ഷണ മതിലിടിഞ്ഞു. കോതമംഗലം താലൂക്കിൽ 3 വീടുകൾ ഭാഗികമായി തകർന്നു. കുട്ടമ്പുഴ വില്ലേജിൽ 2ഉം പിണ്ടിമിനയിൽ 1ഉമാണ് തകർന്നത്. പൊയ്യംകുട്ടിയിൽ ഷാജി, പുളിപ്പറമ്പിൽ ഉണ്ണി എന്നിവരുടെ വീടുകളുടെ സംരക്ഷണ ഭിത്തിക്ക് ഭാഗികമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പാറപ്പുറം ജോയ്, ഇടമന രാജു എന്നിവരുടെ വീടുകളിലേക്ക് മരം വീണ് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. കടയന്നൂർ താലൂക്കിൽ 13 വീടുകൾ ഭാഗികമായി തകർന്നു. തിരുവാങ്കുളം വില്ലേജിൽ കൈപ്പങ്കഞ്ചേരിയിൽ നാരായണി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വീടിന് മുകളിലേക്ക് പൊടിമരം വീണു. കിണറിടിഞ്ഞു താഴ്ന്നു ഉപയോഗശൂന്യമായി. കുന്നനാട് താലൂക്കിൽ 15 വീടുകളും ഭാഗികമായി തകർന്നു. പറവൂർ താലൂക്കിൽ 1 വീട് പൂർണ്ണമായും 14 വീടുകൾ ഭാഗികമായി തകർന്നു. 2 വീടുകൾക്ക് ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എറണാകുളം ജില്ലയിലെ ഏക ദുരിതാശ്വാസ ക്യാമ്പായിരുന്ന പറവൂർ കുറ്റിക്കാട്ടുകര ഗവൺമെന്റ് സ്കൂളിലെ ക്യാമ്പ് അടച്ചു. നിലവിൽ 12 കുടുംബങ്ങളിലായി 54 പേരാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. വെള്ളം ഇറങ്ങിയതിനാലാണ് ക്യാമ്പ് അടച്ചത്. അതിശക്തമായ മഴയും കാറ്റും മൂലമുള്ള പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കാലടി മഹാഗണിത്തോട്ടം ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചു. 20-ന് മാത്രമേ കേന്ദ്രം ഇനി തുറക്കുകയുള്ളൂവെന്ന് മലയാറ്റൂർ FT എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.